വി വസീഫ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 38 ദിവസത്തിനു ശേഷം ലൈംഗികാരോപണ വിധേയനായിരിക്കെ തന്നെ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മരണവീട് സന്ദർശിച്ചുകൊണ്ടാണ് തുടക്കം. വി വസീഫ്, അല്ല, അതില് ഇപ്പൊ KSUവിന്റെ പ്രസിഡന്റോ മറ്റോ ആണ് കൂടെ പോകുന്നത്. സത്യത്തിൽ കോൺഗ്രസ് ആണ് ഇവിടെ ഒരു നിലപാട് പറയേണ്ടത്, അരുൺ. കാരണം കോൺഗ്രസ് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത്, എന്തിനാണ് അദ്ദേഹത്തിന് എതിരെ നടപടിയെടുത്തത്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം മാറ്റിയത് എന്നുള്ളത് കോൺഗ്രസ് ഒന്നുകൂടി വ്യക്തതയോടുകൂടി പൊതുസമൂഹത്തോട് പറയണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, കോൺഗ്രസ് ഉപേക്ഷിച്ച ഒരു വ്യക്തിയെ എല്ലാ പിന്തുണയും കൊടുത്ത് വീണ്ടും പാലക്കാട്ട് ജനങ്ങൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാടുമായി കോൺഗ്രസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, ഉദ്ദേശമുണ്ട്. ഈ സമൂഹത്തെ ആകെ ഇവർ വെല്ലുവിളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇതിനോട് നമുക്ക് പറയാനുള്ളത്. ഞങ്ങൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആണ് ഇപ്പോഴും പറയുന്നത്. ഈ വിഷയത്തിൽ ഇതുവരെ ഇത് എന്റെ ശബ്ദമല്ല, ഞാൻ ഇതിൽ പങ്കെടുത്തിട്ട് എനിക്ക് പങ്കുള്ള കേസല്ല ഇത് എന്ന് രാഹുൽ മാങ്കൂട്ടമോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചവരോ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒന്നോ രണ്ടോ കോൺഗ്രസ് നേതാക്കന്മാർ മാത്രം അപ്പുറത്ത് മാറി നിന്ന് ഒരു വല്ലാത്ത പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഒരു ഇരവാദം ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടം പത്രക്കാരെ 2 തവണ കണ്ടല്ലോ, ഒരിക്കൽ പോലും പറഞ്ഞില്ല ഇതിൽ അവ്യക്തതയുണ്ട്, ഈ ശബ്ദം എന്റേതല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ന്യായവുമില്ല ഈ വിഷയത്തിൽ എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം സൃഷ്ടിച്ച്, ഒരു പുകമറയൊക്കെ സൃഷ്ടിച്ച് വീണ്ടും സജീവമായി പാലക്കാട്ടെ പൊതുജനങ്ങൾക്കിടയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ വലിയ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. പൊതുപരിപാടികളിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുപരിപാടികളിൽ MLA എന്നുള്ള നിലക്ക് പങ്കെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചാൽ അതിനെതിരെ വലിയ ജനരോഷം ഉണ്ടാകും. ആ ജനരോഷത്തിന്റെ ഭാഗമായി DYFI ഉണ്ടാകും. MLA ഓഫീസിൽ എത്താതെ മരണവീട് സന്ദർശിച്ചാണ് ഇപ്പോൾ മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത്. ഇപ്പോൾ മണ്ഡലത്തിന് പുറത്താണ്. ഇനി വീണ്ടും മണ്ഡലത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അറിയുന്നു. MLA ബോർഡ് വെച്ച കാറിൽ തന്നെയാണ് സഞ്ചാരം. അതെ, MLA അതെല്ലാം കോൺഗ്രസ് ആണ് അതിനൊക്കെ മറുപടി പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രഖ്യാപിച്ചത് വളരെ കൃത്യമാണ്. പൊതുപരിപാടിയിൽ MLA എന്നുള്ള നിലക്ക് പാലക്കാട്ടേക്ക് അദ്ദേഹം എത്തുകയോ പാലക്കാട് പൊതുപരിപാടികളിൽ MLA പങ്കെടുക്കേണ്ട പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെ ശക്തമായ പ്രതിഷേധം ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ആ പ്രക്ഷോഭങ്ങളുടെ നേതൃത്വവും ആ പ്രക്ഷോഭങ്ങളുടെ ഭാഗവുമായി DYFI ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. വസീഫാണ് നമുക്കൊപ്പം ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിലുള്ള പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്ന് BJPയും DYFIയും വ്യക്തമാക്കുന്നു.